ഗുജറാത്തിൽ അതിവേഗ റെയിൽ പദ്ധതിയുണ്ട്. എന്നാൽ കേരളത്തിലെ പദ്ധതി കേന്ദ്ര സർക്കാർ എതിർക്കുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. എന്തായാലും നമ്മൾ സാങ്കേതികത്വത്തിലോട്ട് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ട്രെയിനുകൾ മീറ്റർ ഗേജ് എന്ന് പറയും. അതായത് പാളങ്ങൾ തമ്മിൽ രണ്ട് വീലുകൾ തമ്മിലുള്ള ദൂരം 1 മീറ്ററാണ്. ഇന്ത്യൻ ഗവൺമെന്റ് പിന്നെ ജനസംഖ്യ കൂടുതലായതുകൊണ്ടും വലിയ ബോഗികൾ വെച്ചാൽ കൂടുതൽ ആൾക്കാരെ ആ ട്രെയിനിൽ കപ്പാസിറ്റി കൊള്ളുമല്ലോ എന്ന് വെച്ചുകൊണ്ട് നമ്മളത് ബ്രോഡ് ഗേജ് ആക്കി. ബ്രോഡ് ഗേജ് എന്ന് വെച്ചാൽ പാളങ്ങൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 1.6 മീറ്ററാണ്. ലോകത്ത് പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് വെച്ചാൽ 1.4 മീറ്റർ. അതിലാണ് കൂടുതലും ബുള്ളറ്റ് ട്രെയിനുകളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 1.4 മീറ്ററിലുള്ള ബുള്ളറ്റ് ട്രെയിനാണ് യഥാർത്ഥത്തിൽ സിൽവർ ലൈൻ കേരളയിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള പുതിയ പദ്ധതിയിലും സ്റ്റാൻഡേർഡ് ഗേജ് ആണ് ഉപയോഗിക്കുന്നത്. നാച്ചുറലി അത് എതിർക്കും. ഇന്ത്യൻ റെയിൽവേ എപ്പോഴും എതിർപ്പിക്കുന്നത് 1.6 മീറ്റർ ബ്രോഡ് ഗേജിൽ അല്ലാത്തത് കൊണ്ടാണ് എതിർക്കുന്നത്. കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒരു നെറ്റ്വർക്ക് ഇട്ടിട്ട് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ട്രെയിൻ ഓടാൻ പറ്റുള്ളൂ. അത് ബോംബെയിലോട്ട് ടെസ്റ്റ് ചെയ്യാൻ ഡൽഹി പോകാൻ പറ്റില്ല. പിന്നെന്തിനാണ് ഇത്രയും കോടി മുടക്കുന്നതിലും ഭേദം ഒരു പാളം കൂടെ അഡീഷണൽ ഇട്ടാൽ പോലെ എന്നാണ് അവരുടെ ചിന്താഗതി. സത്യമാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബോഗികൾ ഈ പ്രൊജക്റ്റുകളൊക്കെ വിൽക്കാനായിട്ട് പല ഏഷ്യൻ ടയറുകൾ വിൽക്കാനായിട്ട് ഈ അമേരിക്കൻ ജാപ്പനീസ് കമ്പനികളൊക്കെ ലോബിയും കളിച്ച് അവരൊരു നറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡ് ഗേജ് മാത്രമേ ഇത്ര ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും പറ്റില്ല, സാങ്കേതികമായി പറ്റില്ലെന്നൊക്കെയാണ്. വീതി കൂടിയതുകൊണ്ട് പറ്റില്ല, ആ സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെയാണ് അവർ പറയുന്നതെങ്കിലും അതിന് ബദലായിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത് വന്ദേ ഭാരത്. അതിപ്പോൾ 160 കിലോമീറ്റർ സ്പീഡിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിൽ 270 കിലോമീറ്റർ വരെയൊക്കെ സ്പീഡൊക്കെ അച്ചീവ് ചെയ്യാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ അച്ചീവ് ചെയ്ത ട്രെയിനുകൾ ഇപ്പോൾ ഉണ്ട്. അതായത് നമ്മൾ കേരളത്തിൻ്റെ അതിവേഗ റെയിൽ പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്ന സമയം കൊണ്ട് സ്ഥലം ഏറ്റെടുക്കുമ്പോഴത്തേന് ഇത് കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ 200-250 കിലോമീറ്റർ സ്പീഡുള്ള ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ ഇറക്കും. അപ്പോൾ വീണ്ടും പദ്ധതിയെ എതിർക്കപ്പെടും. അപ്പോൾ ഗുജറാത്ത് സർക്കാർ എന്താണ് ചെയ്തതെന്ന് നോക്കാം. ഗുജറാത്ത് സർക്കാരിൻ്റെ അതിവേഗ റെയിൽപാത എന്ന് പറയുന്നത് ബ്രോഡ് ഗേജിലാണ്. 1.6 മീറ്ററിലുള്ള ഇന്ത്യൻ റെയിൽവേ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന ആയതുകൊണ്ടാണ് ആ പദ്ധതി അപ്രൂവ് ആയതും അവർക്ക് റൺ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് കേരള സർക്കാരാണേലും നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അതിവേഗ പാതയാണെങ്കിൽ അത് അപ്രൂവ് ചെയ്യപ്പെടും. അല്ല എങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടാം. അതിൻ്റെ പ്രധാന കാരണം ഈ സാങ്കേതികത്വമാണ്, അത് രാഷ്ട്രീയമല്ല. അപ്പോൾ എന്തായാലും കേരളത്തിൽ അതിവേഗ റെയിൽപാത ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.